നമസ്കാരം. +1 ബയോളജി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വർഗീകരണം ജീവികളിൽ, അതായത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ, വൈറസ്, വൈറോയിഡുകൾ, ലൈക്കനുകൾ, ഇത്രയുമാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കിങ്ഡം മൊണീറയെക്കുറിച്ചാണ്. ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. പണ്ട് കാലത്ത് വർഗീകരണം നടത്തിയിരുന്നത് പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് ജീവികളെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇതിന് ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഗീകരണത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകുവാനുള്ള ആദ്യ ശ്രമം നടത്തിയത് അരിസ്റ്റോട്ടിൽ ആയിരുന്നു. വർഗീകരണത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകുവാനുള്ള ആദ്യ ശ്രമം നടത്തിയത് അരിസ്റ്റോട്ടിൽ ആയിരുന്നു. അരിസ്റ്റോട്ടിൽ സസ്യങ്ങളെയും വേർതിരിച്ചു, ജന്തുക്കളെയും വേർതിരിച്ചു. അരിസ്റ്റോട്ടിൽ സസ്യങ്ങളെ 3 തരംതിരിച്ചു, ജന്തുക്കളെ 2 തരംതിരിച്ചു. അദ്ദേഹം സസ്യങ്ങളെ തരംതിരിച്ചിരുന്നത് 1 ഓഷധികൾ അഥവാ ഹെർബ്സ്, 2 കുറ്റിച്ചെടികൾ അഥവാ ഷെർബ്സ്, 3 മരങ്ങൾ. ഇങ്ങനെ 3 അദ്ദേഹം സസ്യങ്ങളെ തരംതിരിച്ചത്. ജന്തുക്കളെ അദ്ദേഹം 2 തരംതിരിച്ചു. 1 ചുവന്ന രക്തമുള്ള ജന്തുക്കൾ, രണ്ടാമത്തത് ചുവന്ന രക്തമില്ലാത്ത ജന്തുക്കൾ. ഇനി അടുത്ത് പറയുന്ന പേര് കാൾ ലിനേയസിൻ്റെതാണ്. ലിനേയസിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ സസ്യങ്ങളെയും ഉൾപ്പെടുത്തി അദ്ദേഹം ഒരു 2 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നു. 2 കിങ്ഡം വർഗീകരണ രീതി വികസിപ്പിച്ചത് ആരാണ്? കാൾ ലിനേയസ് ആണ്. 2 കിങ്ഡം വർഗീകരണം കാൾ ലിനേയസ്. 2 കിങ്ഡം വർഗീകരണത്തിലെ 2 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? 1 പ്ലാന്റേ, രണ്ടാമത്തത് അനിമേലിയ. അപ്പോൾ ഈ പ്ലാന്റേയിൽ ഏത് തരം ജീവികളായിരുന്നു? അത് സസ്യങ്ങളാണ്. എല്ലാ സസ്യങ്ങളെയും പ്ലാന്റേയിൽ ഉൾപ്പെടുത്തി, എല്ലാ ജന്തുക്കളെയും അനിമേലിയയിലും ഉൾപ്പെടുത്തി. ഈ രീതിയിൽ ജീവികളെ വേർതിരിക്കുമ്പോൾ അദ്ദേഹം ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ എന്ന് കണക്കാക്കിയിട്ടില്ല. അതുപോലെ യൂക്യാരിയോട്ടിക്, പ്രോക്യാരിയോട്ടിക് എന്നിങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അദ്ദേഹം കണക്കാക്കിയില്ല. അതുപോലെ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളവ, അതായത് ഹരിത ആൽഗകളെ പോലെ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളവ, ഫംഗസുകളെ പോലെയുള്ളവ, പ്രകാശ സംശ്ലേഷണ ശേഷിയില്ലാത്തവ എന്നിങ്ങനെയൊന്നും അദ്ദേഹം വേർതിരിച്ചിരുന്നില്ല. അദ്ദേഹം വെറുതെ എല്ലാ സസ്യങ്ങളെയും പ്ലാന്റയിലും എല്ലാ ജന്തുക്കളെയും അനിമേലിയയിലും അങ്ങ് ഉൾപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. ജീവികളെ ജന്തുക്കൾ, സസ്യങ്ങൾ എന്ന് വർഗീകരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമായിരുന്നു. എന്നാലും ധാരാളം ജീവികൾ ഈ 2 വിഭാഗങ്ങളിൽ ഉൾപ്പെടാതെ നിന്നിരുന്നു. അതിനാൽ വളരെ കാലമായി ഉപയോഗിച്ചു വന്നിരുന്ന 2 കിങ്ഡം വർഗീകരണം എന്തായി? അപര്യാപ്തമാണ് എന്ന് കണ്ടു. മാത്രമല്ല, മൊത്തം ബാഹ്യഘടനയ്ക്ക് പുറമേ കോശഘടന, കോശഭിത്തിയുടെ പ്രകൃതം, പോഷണ രീതി, ആവാസം, പ്രത്യുൽപാദന രീതി, പരിണാമ ബന്ധങ്ങൾ എന്നിവ കൂടി വർഗീകരണത്തിന് ഉപയോഗിക്കണമെന്ന ആവശ്യകതയും ഉണ്ടായി. അതിനാൽ ജീവജാലങ്ങളുടെ വർഗീകരണ രീതിയിൽ കാലാനുസൃതമായിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ കുറേ വർഗീകരണ രീതികൾ വന്നു. അപ്പോൾ വർഗീകരണ രീതി ഏതായിരുന്നാലും അതിലെല്ലാം തന്നെ സസ്യലോകവും ജന്തുലോകവും ഉണ്ട്. സസ്യലോകവും ജന്തുലോകവും മാറ്റമില്ലാതെ എല്ലാ വർഗീകരണ രീതികളിലും ഉണ്ട്. എങ്കിലും ഏതൊക്കെ ജീവികൾ അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങൾ ഇവ ഓരോന്നിലും ഉൾപ്പെടുന്നു എന്നത് ഓരോ രീതിയിലും വ്യത്യസ്തമാണ്. ഓരോ വർഗീകരണ രീതിയിലും ഏതൊക്കെ ജീവികൾ അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ് ഈ 2ലും ഉൾപ്പെടുന്നത് എന്നുള്ളത് വ്യത്യസ്തമാണ്. കാലാകാലങ്ങളായി കിങ്ഡങ്ങളുടെ എണ്ണവും സ്വഭാവ സവിശേഷതകളും വ്യത്യസ്ത ശാസ്ത്രജ്ഞർ വ്യത്യസ്ത രീതികളിൽ മനസ്സിലാക്കി വരുന്നു. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. 5 കിങ്ഡം വർഗീകരണം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് 1969 RH വിറ്റാക്കറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 5 കിങ്ഡം വർഗീകരണം ആരാണ്? RH വിറ്റാക്കർ 1969 5 കിങ്ഡം വർഗീകരണത്തിൽ 5 കിങ്ഡങ്ങളുണ്ട്. ഏതൊക്കെയാണത്? 1 മൊണീറ, കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. അപ്പോൾ RH വിറ്റാക്കർ 5 കിങ്ഡങ്ങളായിട്ടാണ് ജീവികളെ തരംതിരിച്ചിരിക്കുന്നത്. അദ്ദേഹം 5 കിങ്ഡം വർഗീകരണ രീതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലെ 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ.
എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ 5 കിങ്ഡങ്ങളായിട്ട് ജീവജാലങ്ങളെ തരംതിരിച്ചത്? കോശഘടന, ശരീരഘടനാ നിർമ്മാണം, പോഷണ രീതി, പ്രത്യുൽപാദനം, പരിണാമ ബന്ധങ്ങൾ, അതായത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ജീവജാലങ്ങളെ 5 കിങ്ഡം ആയി ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? കോശഘടന, ശരീരഘടനാ നിർമ്മാണം, പോഷണ രീതി, പ്രത്യുൽപാദനം, പരിണാമ ബന്ധങ്ങൾ. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഈ പട്ടികയിൽ 5 കിങ്ഡങ്ങളും അതിൻ്റെ സവിശേഷതകളും തമ്മിലുള്ള താരതമ്യം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. 5 കിങ്ഡം വർഗീകരണത്തിൻ്റെ സവിശേഷതകൾ. 5 കിങ്ഡങ്ങൾ. ആദ്യം മൊണീറ. മൊണീറയുടെ കോശ വിഭാഗം എങ്ങനെയാണ്? പ്രോകാരിയോട്ടിക് ആണ്. മൊണീറ പ്രോകാരിയോട്ടിക് ആണ്. എന്നാൽ അങ്ങോട്ടുള്ള ബാക്കിയെല്ലാം, അതായത് പ്രോട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ്, അനിമേലിയ, ഇതെല്ലാം എന്താണ്? യൂകാരിയോട്ടിക് ആണ്. മൊണീറ മാത്രം എന്താണ്? പ്രോകാരിയോട്ടിക് ആണ്. കോശഭിത്തി എങ്ങനെയാണ്? മൊണീറയുടേത് സെല്ലുലോസ് നിർമ്മിതമല്ല കോശഭിത്തി. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പോളിസാക്കറൈഡുകളും അമിനോ അമ്ലങ്ങൾ അഥവാ അമിനോ ആസിഡുകളും ചേർന്നിട്ടാണ് മൊണീറയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. മൊണീറയുടെ കോശഭിത്തി ഉണ്ടായിരിക്കുന്നത് പോളിസാക്കറൈഡുകളും അമിനോ ആസിഡുകളും ചേർന്നാണ്. സെല്ലുലോസ് നിർമ്മിതമല്ല. എന്നാൽ പ്രൊട്ടിസ്റ്റയിലാണെങ്കിലോ, പ്രൊട്ടിസ്റ്റയിൽ എങ്ങനെയാണെന്ന് പറയുന്നില്ല, ചിലതിൽ മാത്രം കോശഭിത്തി കാണപ്പെടുന്നു. ചിലതിൽ കാണപ്പെടുന്നു കോശഭിത്തി. മൊണീറയിലെ കോശഭിത്തി ഉണ്ട്, എന്നാൽ അത് സെല്ലുലോസ് നിർമ്മിതമല്ല, പോളിസാക്കറൈഡും അമിനോ അമ്ലങ്ങളും ചേർന്നിട്ടാണുള്ള കോശഭിത്തിയാണ് ഉള്ളത്. ഫഞ്ചയിലാണെങ്കിലും കോശഭിത്തി ഉണ്ട്, പക്ഷേ സെല്ലുലോസ് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? കൈറ്റിൻ കൊണ്ടുള്ള കോശഭിത്തിയാണുള്ളത്. ഫഞ്ചയിലെ കോശഭിത്തി എങ്ങനെയാണ്? കൈറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാന്റയിലാണെങ്കിൽ സെല്ലുലോസ് കൊണ്ടുള്ള ഒരു കോശഭിത്തി കാണപ്പെടുന്നു. അനിമേലിയയ്ക്ക് കോശഭിത്തി ഇല്ല. അടുത്തത് മർമ്മസ്തരം. മർമ്മസ്തരം മൊണീറയ്ക്കാണെങ്കിൽ മർമ്മസ്തരമില്ല, കാരണം അത് പ്രോകാരിയോട്ടിക് അല്ലേ. അപ്പോൾ ട്രൂ ന്യൂക്ലിയസ്, ന്യൂക്ലിയർ മെംബ്രെയിനും ഒന്നുമില്ല. അപ്പം മൊണീറയ്ക്ക് എന്തില്ല? മർമ്മസ്തരമില്ല. പ്രോട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ്, അനിമേലിയ, ഇതിനെല്ലാം എന്തുണ്ട്? മർമ്മസ്തരം ഉണ്ട്. ശരീര രൂപീകരണം. മൊണീറ ഏകകോശമാണ്, പ്രൊട്ടിസ്റ്റയും ഏകകോശമാണ്. മൊണീറ ഏകകോശം, പ്രൊട്ടിസ്റ്റ ഏകകോശം. ഫഞ്ചെ ആണെങ്കിൽ അത് ബഹുകോശം. പ്ലാന്റ് ആണെങ്കിൽ കോശങ്ങൾ ചേർന്ന് എന്തുണ്ട്? കലകൾ, അതുപോലെ അവയവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അനിമേലിയ ആണെങ്കിൽ കലകളുണ്ട്, അവയവങ്ങളുണ്ട്, അവയവ വ്യൂഹങ്ങളും ഉണ്ട്. ഇനി അടുത്തത് പോഷണ രീതി എങ്ങനെയാണ്? മൊണീറയാണെങ്കിൽ അത് സ്വപോഷികളുമുണ്ട്, പരപോഷികളുമുണ്ട്. സ്വപോഷികൾ എന്ന് പറഞ്ഞാൽ മൊണീറയിൽ രാസസംശ്ലേഷണം നടത്തുന്ന സ്വപോഷികളുമുണ്ട്, പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സ്വപോഷികളുമുണ്ട്. പരപോഷികൾ മൊണീറയിലെ ശവോപജീവികളും പരാതങ്ങളുമാണ്. പ്രൊട്ടിസ്റ്റയില് സ്വപോഷികളുമുണ്ട്, പരപോഷികളുമുണ്ട്. സ്വപോഷികൾ എന്താണ്? പ്രകാശ സംശ്ലേഷണം നടത്തുന്നവയാണ്. അവിടെ രാസസംശ്ലേഷണമില്ല. മൊണീറയാണെങ്കിൽ അതിൽ രാസസംശ്ലേഷണവും പ്രകാശ സംശ്ലേഷണവും ഉണ്ട്. എന്നാൽ പ്രൊട്ടിസ്റ്റയിലാവുമ്പോൾ എന്താണ്? സ്വപോഷികൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നവയാണ്. പ്ലാന്റ് ആണെങ്കിലോ, പ്ലാന്റ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. കാരണം പ്ലാന്റ്സിന് എന്താണ്? ക്ലോറോഫിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് പ്രകാശ സംശ്ലേഷണം വഴി സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് സ്വപോഷികളാണ്, പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. ജന്തുക്കൾ, സസ്യങ്ങളൊക്കെയാണ് അനിമേലിയയിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? അത് പരപോഷികളാണ്. അതിന് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് എന്താണത്? പരപോഷികളാണ്. മറ്റുള്ളവയെ, ഹരിത സസ്യങ്ങളെ അവ ആശ്രയിക്കുന്നു. ജന്തുപോഷണം അല്ലെങ്കിൽ ശവോപജീവികളൊക്കെയാണ് ഇതിൽ വരുന്നത്, അനിമേലിയയിൽ വരുന്നത്. വർഗീകരണ സമ്പ്രദായത്തെ സ്വാധീനിച്ച പ്രശ്നങ്ങളും പരിഗണിച്ച വസ്തുതകളും മനസ്സിലാക്കുന്നതിനായി 5 കിങ്ഡം വർഗീകരണത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫംഗസുകൾ, മോസുകൾ, ഫേണുകൾ അല്ലെങ്കിൽ പന്നൽ ചെടികൾ, അനാവൃത ബീജസസ്യങ്ങൾ, ആവൃത ബീജസസ്യങ്ങൾ, ഇതെല്ലാം തന്നെ പണ്ട് ഉൾപ്പെടുത്തിയിരുന്നത് പ്ലാന്റയിലായിരുന്നു. അതായത് നേരത്തെ പറഞ്ഞ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ലിനേഴ്സിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റയും അനിമേലിയും ഉണ്ട്. അതിൽ ഈ പ്ലാന്റയിലായിരുന്നു ഈ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫംഗസുകൾ, മോസുകൾ, ഫേണുകൾ അഥവാ പന്നൽ ചെടികൾ, അനാവൃത ബീജസസ്യങ്ങൾ, ആവൃത ബീജസസ്യങ്ങളെല്ലാം വന്നിരുന്നത്. ഇവയുടെ എല്ലാം കോശത്തിന് കോശഭിത്തിയുണ്ട് എന്നുള്ളതായിരുന്നു അവ ഏകീകരിക്കപ്പെടാനുള്ള കാരണം. മറ്റ് സ്വഭാവ സവിശേഷതകളിൽ ഇത് വളരെയധികം വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇവയ്ക്ക് കോശഭിത്തി ഉള്ളതിനാൽ ഇതെന്ത് ചെയ്തു? സസ്യലോകത്തിൽ ഉൾപ്പെട്ടു. പ്രോകാരിയോട്ടിക് ജീവികളായിട്ടുള്ള ബാക്ടീരിയ,
നീലഹരിത ആൽഗ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയകൾ എന്നിവ യൂക്കാരിയോട്ടിക് ജീവികളോടൊപ്പം ഇവിടെ ചേർക്കപ്പെടുകയാണ് ചെയ്തത്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും തമ്മിലുള്ള വേർതിരിവൊന്നും ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പണ്ട് ഉണ്ടായിരുന്ന ആ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് ക്ലാമിഡാമോണസ്, സ്പൈറോഗൈറ എന്നിവ ആൽഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടു. അത് പ്ലാന്റയിലെ ആൽഗ വിഭാഗത്തിൽ ഉൾപ്പെടുകയാണ്. പരപോഷികളായിട്ടുള്ള കൈറ്റിൻ നിർമ്മിത കോശഭിത്തിയുള്ള ഫംഗസുകളെയും സ്വപോഷികളായ സെല്ലുലോസ് നിർമ്മിത കോശഭിത്തിയുള്ള സസ്യങ്ങളെയും ഒരേ വിഭാഗത്തിലായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ സവിശേഷതകൾ കണക്കിലെടുത്തപ്പോൾ ഫംഗസുകൾ ഒരു പ്രത്യേക കിങ്ഡമായി തരംതിരിക്കപ്പെട്ടു. അപ്പോൾ ഈ 5 കിങ്ഡത്തിൽ ഫംഗസുകളെ ഒരു പ്രത്യേക കിങ്ഡമായിട്ട് തന്നെ കണക്കാക്കുകയാണ്. അങ്ങനെ കിങ്ഡം ഫഞ്ചേ എന്ന് പറയുന്ന ഒരു കിങ്ഡം വരുന്നു, അതിൽ ഫംഗസുകൾ ഉൾപ്പെടുന്നു. ഇനി പ്രോകാരിയോട്ടിക് ജീവികളെല്ലാം കിങ്ഡം മൊണീറയിലും ഏകകോശ യൂക്കാരിയോട്ടിക് ജീവികൾ പ്രൊട്ടിസ്റ്റയിലും തരംതിരിക്കപ്പെട്ടു. പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ജീവികളെല്ലാം എന്തിൽ വന്നു? കിങ്ഡം മൊണീറയിൽ വന്നു. ക്ലാമിഡാമോണസ്, ക്ലോറല്ല എന്നിവ പാരമീസിയം, അമീബ തുടങ്ങിയവയോടൊപ്പം കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ അംഗങ്ങളായി. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നതിൽ ഏത് വന്നു? പാരമീസിയം, അമീബ, ക്ലാമിഡാമോണസ്, ക്ലോറല്ല ഇതെല്ലാം ഒരുമിച്ച് പ്രൊട്ടിസ്റ്റയിൽ വന്നു. നേരത്തെയുള്ള വർഗീകരണ രീതിയിൽ വ്യത്യസ്ത കിങ്ഡങ്ങളായിരുന്ന ജീവികൾ ഒരേ വിഭാഗത്തിൽ വന്നു. വർഗീകരണത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറിയതാണ് ഇതിന് കാരണം. സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും പരിണാമബന്ധങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഭാവിയിലും വർഗീകരണ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ബാഹ്യഘടനാപരവും ശരീരധർമ്മപരവും പ്രത്യുൽപാദനപരവുമായ സമാനതകൾക്ക് പുറമെ പരിണാമ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണ രീതികളും കാലാനുസൃതമായി നടപ്പിലാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. ഇനി ആർ.എച്ച്. വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കിങ്ഡം മൊണീറയെ കുറിച്ചാണ്. കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ കിങ്ഡം മൊണീറയിലെ അംഗങ്ങൾ ഏതാണ്? ബാക്ടീരിയകളാണ്. കിങ്ഡം മൊണീറയിലെ അംഗങ്ങൾ ബാക്ടീരിയകളാണ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയകൾ. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സൂക്ഷ്മ ജീവികളാണവ. ബാക്ടീരിയകളെ മിക്കവാറും എവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റും? എല്ലായിടത്തും കാണാൻ പറ്റും. ഒരു പിടി മണ്ണിൽ 100 കണക്കിന് ബാക്ടീരിയങ്ങളെ കാണാൻ സാധിക്കും. അതികഠിനമായിട്ടുള്ള ആവാസങ്ങളായിട്ടുള്ള ഹോട്ട് സ്പ്രിങ്സ്, ചുടുനീരുറവ, മരുഭൂമികൾ, മഞ്ഞ്, ആഴക്കടൽ തുടങ്ങിയ ജീവസാന്നിധ്യം വളരെ കുറവായിട്ടുള്ള സാഹചര്യങ്ങളിലും എന്തിനു നമുക്ക് കാണാൻ പറ്റും? ബാക്ടീരിയകളെ കാണാൻ പറ്റും. മിക്ക ബാക്ടീരിയകളും ജീവികൾക്കുള്ളിലോ പുറത്തോ ആയി ജീവിക്കുന്നു. അതായത് മിക്ക ബാക്ടീരിയകളും ഒന്നിൽ ബാഹ്യപരാധങ്ങളായിട്ട് ജീവികൾക്ക് പുറത്ത് ജീവിക്കും, അല്ലെങ്കിൽ അത് ജീവികൾക്കുള്ളിൽ ആന്തരപരാധങ്ങളായിട്ടും കാണാൻ പറ്റും. ബാക്ടീരിയകളെ അവയുടെ ആകൃതിക്കനുസരിച്ച് 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആകൃതിക്കനുസരിച്ച് 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് കോക്കസുകൾ ഗോളാകൃതിയിലുള്ളതാണ്. കോക്കസുകൾ ഇങ്ങനെ ഗോളാകൃതിയിലുള്ളതാണ്. അടുത്തതാണ് ബാസിലസുകൾ എന്താണ്? ഇങ്ങനെ ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്. സ്പൈറില്ലകൾ എന്താണ്? ഇതിങ്ങനെ സ്പൈറൽ ആകൃതിയിലാണ് സ്പൈറില്ലകൾ കാണപ്പെടുന്നത്. അതുപോലെ അതിന് ലോക്കോമോഷന് വേണ്ടിയിട്ട്, ചലനത്തിന് വേണ്ടി എന്തുണ്ടാവും? ഫ്ലാജെല്ലം കാണപ്പെടുന്നു സ്പൈറില്ലകളിൽ. വിബ്രിയോകൾ എങ്ങനെയാണ്? കോമ ആകൃതിയിലാണ് വിബ്രിയോകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ഗോളാകൃതിയിലുള്ളവ കോക്കസ്, ദണ്ടിൻ്റെ ആകൃതിയുള്ളത് ബാസിലസ്, കോമയുടെ ആകൃതിയിലുള്ള ബാക്ടീരിയകളാണ് വിബ്രിയോ, സർപ്പിൾ ആകൃതിയിലുള്ളതാണ് സ്പൈറില്ല. ഈ സിമ്പിൾ സെൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള കോശഘടനയുള്ളവയാണ് ഈ ബാക്ടീരിയകളെങ്കിലും അതിൻ്റെ സ്വഭാവത്തിൽ, അതിൻ്റെ നേച്ചറിൽ അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. മറ്റു ജീവികളെ അപേക്ഷിച്ച് ബാക്ടീരിയകൾ ഒരു വിഭാഗം എന്ന നിലയിൽ ഉപാപചയ പ്രവർത്തനങ്ങളിൽ, മെറ്റബോളിസത്തിൽ വളരെയധികം വൈവിധ്യം പുലർത്തുന്നുണ്ട്. ചില ബാക്ടീരിയകൾ എന്താണ്? സ്വപോഷികളാണ്. അതായത് അവ അകാർബണിക അഭികാരകങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. അവ പ്രകാശ സംശ്ലേഷണ സ്വപോഷികളോ രാസ സംശ്ലേഷണ സ്വപോഷികളോ ആകാം. ബഹുഭൂരിപക്ഷം ബാക്ടീരിയകളും പരപോഷികളാണ്. അതായത് അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല, പകരം മറ്റ് ജീവികളെയോ മൃതവസ്തുക്കളെയോ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നു. ഈ ബാക്ടീരിയ തന്നെ ആർക്കി ബാക്ടീരിയയുമുണ്ട്, യു ബാക്ടീരിയയുമുണ്ട്. അപ്പോൾ ആർക്കി ബാക്ടീരിയയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആർക്കി ബാക്ടീരിയ കാണപ്പെടുന്നത് കഠിനമായിട്ടുള്ള ആവാസങ്ങളിലാണ്. അതായത് ഈ ഉപ്പ് രസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടും. ചുടുനീരുറവകളിൽ, അതായത്
ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്നുണ്ട്, ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്നവയുണ്ട്. ഉപ്പുരസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ആർക്കി ബാക്ടീരിയയെ വിളിക്കുന്ന പേരാണ് ഹാലോഫൈലുകൾ. ചുടുനീരുറവകളിൽ കാണപ്പെടുന്ന ആർക്കി ബാക്ടീരിയയെ വിളിക്കുന്നത് തെർമോ അസിഡോഫൈലുകൾ എന്നാണ്. ചുടുനീരുറവയിൽ കാണപ്പെടുന്ന ആർക്കി ബാക്ടീരിയകളാണ് തെർമോ അസിഡോഫൈലുകൾ. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന ആർക്കി ബാക്ടീരിയകളാണ് മെത്തനോജനുകൾ. മെത്തനോജനുകൾ എവിടെയാണ്? ചതുപ്പ് നിലങ്ങളിലാണ് കാണപ്പെടുന്നത്. അതികഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്ന കോശഭിത്തിയുടെ പ്രത്യേക ഘടനയാണ് ആർക്കി ബാക്ടീരിയകളെ മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ ട്രൂ ബാക്ടീരിയയിൽ നിന്ന് ആർക്കി ബാക്ടീരിയയ്ക്കുള്ള വ്യത്യസ്തമാക്കുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തിക്ക് ഒരു പ്രത്യേക ഘടനയാണ്. ആ ഒരു പ്രത്യേക ഘടനയുള്ളത് കാരണം അതിന് അതികഠിനമായ സാഹചര്യങ്ങളിലും ജീവിക്കാൻ പറ്റും. പശു, എരുമ മുതലായ അയവിറക്കുന്ന റൂമിനൻസ് ഉണ്ടല്ലോ, അയവിറക്കുന്ന ജീവികൾ, ഇവയുടെയൊക്കെ ഈ അന്നപഥത്തിൽ ഈ ആർക്കി ബാക്ടീരിയകളെ കാണാൻ പറ്റും. അത്തരം ജീവികളുടെ ചാണകത്തിൽ നിന്ന് മീഥേൻ അഥവാ ബയോഗ്യാസ് ഉണ്ടാക്കുന്നതിന് കാരണം ഈ ബാക്ടീരിയകളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യു ബാക്ടീരിയകളെ കുറിച്ചാണ്. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ അല്ലെങ്കിൽ യഥാർത്ഥം എന്നാണ് അർത്ഥം. വ്യത്യസ്തങ്ങളായ ആയിരക്കണക്കിന് യു ബാക്ടീരിയകൾ അഥവാ യഥാർത്ഥ ബാക്ടീരിയകൾ പ്രകൃതിയിലുണ്ട്. ഉറപ്പുള്ള കോശഭിത്തി, ഇതിൻ്റെ ഒരു പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. ഉറപ്പുള്ള കോശഭിത്തി, ചലിക്കുന്നവയാണെങ്കിൽ ഫ്ലജല്ലയുടെ സാന്നിധ്യം എന്നിവയാണ് ഇവയുടെ സവിശേഷതകൾ. ഉറപ്പുള്ള കോശഭിത്തി, ചലിക്കുന്നവയാണെങ്കിൽ ഫ്ലജല്ലയുടെ സാന്നിധ്യം എന്നിവയാണ് ഇവയുടെ സവിശേഷതകൾ. സൈനോ ബാക്ടീരിയകൾക്ക്, അതായത് നീലഹരിത ആൽഗകൾക്ക് ഹരിത സസ്യങ്ങളിലേതുപോലെ തന്നെ ഹരിതകം എ ഉണ്ട്, ക്ലോറോഫിൽ എ ഉണ്ട്. അതുകൊണ്ട് ഇവ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള സ്വപോഷികളാണ്. അതായത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. ഏത്? സൈനോ ബാക്ടീരിയകൾ. യു ബാക്ടീരിയ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഉണ്ട്, അതുപോലെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഉണ്ട്, പിന്നെ ഹെറ്ററോട്രോപ്സും ഉണ്ട്, അതായത് പരപോഷികളായിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ട്. ഇതിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള സ്വപോഷികളാണെങ്കിൽ അതിന് എന്തുണ്ടാവും? ഹരിതകം എ അല്ലെങ്കിൽ ക്ലോറോഫിൽ എ ഉണ്ടാവും. ഇവ ഏകകോശങ്ങളായോ കോളനിയായോ തന്തുക്കളുടെ രൂപത്തിലോ കാണപ്പെടാം. എങ്ങനെയെല്ലാം കാണപ്പെടാം? ഏകകോശങ്ങളായിട്ട് കാണപ്പെടാം, യൂണിസെല്ലുലാറായിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ കോളനിയായിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ തന്തുക്കളുടെ രൂപത്തിൽ കാണപ്പെടാം. എവിടെയെല്ലാം കാണപ്പെടും? ശുദ്ധജലത്തിലും കാണപ്പെടും, സമുദ്രജലത്തിലും കാണപ്പെടും, അല്ലെങ്കിൽ കരയിലും കാണപ്പെടും. ഇങ്ങനെ കോളനിയായിട്ടാണ് ഇവ കാണപ്പെടുന്നതെങ്കിൽ ഈ കോളനികളെ ആവരണം ചെയ്തുകൊണ്ട് ഒരു ജലാറ്റിൻ്റെ ആവരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ശ്ലേഷ്മം കൊണ്ടുള്ള ഒരു ആവരണം ഇതിന് ഉണ്ടായിരിക്കും. മലിനജല സ്രോതസ്സുകൾ ഇവയുടെ എണ്ണം വളരെ പെട്ടെന്ന് അങ്ങ് പെരുകും. അതിനെയാണ് നമ്മൾ ബ്ലൂംസ് എന്ന് പറയുന്നത്. ആൽഗൽ ബ്ലൂംസ് എന്ന് പറയും. മലിനജല സ്രോതസ്സുകളിൽ ഇവയുടെ എണ്ണം വളരെ പെട്ടെന്ന് പെരുകുന്നു. ഇതിനെ നമ്മൾ ബ്ലൂംസ് എന്ന് വിളിക്കുന്നു. ചില സൈനോ ബാക്ടീരിയകൾക്ക് പ്രത്യേകതരം കോശങ്ങളുണ്ടായിരിക്കും. ഈ കോശങ്ങളിൽ അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കാൻ കഴിയും. പ്രത്യേകതരം കോശങ്ങളുണ്ട്. ഈ പ്രത്യേകതരം കോശങ്ങൾ എന്തിനാണ്? നൈട്രജൻ ഫിക്സേഷൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള കോശങ്ങളാണ്. ഇത്തരം കോശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകതരം കോശങ്ങളാണ്. ചില ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് ഹെറ്ററോസിസ്റ്റുകൾ. ഈ ഹെറ്ററോസിസ്റ്റുകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിന് എക്സാമ്പിളാണ് നോസ്റ്റോക്ക്, അനാബിന. നോസ്റ്റോക്കും അനാബിനയും. ഇവിടെ നോസ്റ്റോക്കിൻ്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹെറ്ററോസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രത്യേകതരം കോശം. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? അന്തരീക്ഷ നൈട്രജനെ ഇവ സ്ഥിരീകരിക്കുന്നു. അതുപോലെ പുറമെ ഇങ്ങനെ ഒരു ആവരണം, ഇങ്ങനൊരു ആവരണം കൊടുത്തിട്ടുണ്ട്. അത് ശ്ലേഷ്മം കൊണ്ടുള്ള ആവരണം. കാരണം ഇത് കോളനിയായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ കോളനിയുടെ പുറത്ത് ശ്ലേഷ്മം കൊണ്ടുള്ള ആവരണം കൊടുത്തിട്ടുണ്ട്. തന്തുക്കളുടെ രൂപത്തിലുള്ള ഒരു നീലഹരിത ആൽഗയാണ് നോസ്റ്റോക്ക്. നോസ്റ്റോക്ക് എങ്ങനെയുള്ള നീലഹരിത ആൽഗയാണ്? തന്തുക്കളുടെ രൂപത്തിലുള്ള നീലഹരിത ആൽഗയാണ് നോസ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിനെ പറ്റി പറഞ്ഞു. ഇനി നോക്കാൻ പോകുന്നത് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിനെ പറ്റിയാണ്. അതായത് രാസസംശ്ലേഷണ ശേഷിയുള്ള സ്വപോഷികൾ, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ
നൈട്രേറ്റ്, നൈട്രൈറ്റ്, അമോണിയ മുതലായിട്ടുള്ള അകാർബണിക പദാർത്ഥങ്ങളെ ഓക്സീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ATP നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഓക്സീകരിച്ചിട്ട് അവയിൽ നിന്നുള്ള ഊർജം ഉപയോഗിക്കും. ഇങ്ങനെയുള്ള സ്വപോഷികളെയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിന് പ്രകാശം ആവശ്യമില്ല, പകരം ഇത് അകാർബണിക പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് നൈട്രേറ്റ്, അമോണിയ മുതലായ അകാർബണിക പദാർത്ഥങ്ങളെ ഇതെന്ത് ചെയ്യും? ഓക്സീകരിച്ചിട്ട് ATP നിർമ്മിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിക്കും. നൈട്രജൻ, ഫോസ്ഫേറ്റ്, ഇരുമ്പ്, സൾഫർ തുടങ്ങിയ പോഷകങ്ങളുടെ പുനഃചംക്രമണം നടത്തുന്നതിൽ ഇത് വളരെ വലിയ പങ്ക് വഹിക്കുന്നു. ഇനി ഹെറ്ററോട്രോപിക് ബാക്ടീരിയകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് പരപോഷികളായിട്ടുള്ള ബാക്ടീരിയകൾ. പ്രകൃതിയിൽ അധികവും കാണപ്പെടുന്നത് പരപോഷികളായിട്ടുള്ള ബാക്ടീരിയകളാണ്. ഇവയിൽ ഭൂരിഭാഗവും എന്താണ്? വിഘാടകരാണ്. പരപോഷികളായിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഹെറ്ററോട്രോപിക് ബാക്ടീരിയയിൽ ഭൂരിഭാഗവും വിഘാടകരാണ്. മനുഷ്യ ജീവിതത്തിൽ ബാക്ടീരിയകൾ വലിയ സ്വാധീനം ചെലുത്തുന്നു. അതായത് പാലിൽ നിന്നുള്ള തൈരുൽപാദനം, അതിൽ ബാക്ടീരിയ ഉൾപ്പെട്ടിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കുന്നതിൽ ബാക്ടീരിയ ആവശ്യമുണ്ട്. പയറ് ചെടികളുടെ വേരുകളിലെ നൈട്രജൻ സ്ഥിരീകരണം, അതിനും എന്ത് വേണം? ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. മനുഷ്യൻ, വിളകൾ, കാലികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയ്ക്ക് ചില ബാക്ടീരിയകൾ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാൻകർ എന്നിവ വ്യത്യസ്ത ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ ബാക്ടീരിയൽ ഡിസീസസിന് എക്സാമ്പിളാണ് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാൻകർ. ഇനി ബാക്ടീരിയയുടെ പ്രത്യുൽപാദനത്തെ പറ്റിയാണ് പറയുന്നത്. ബാക്ടീരിയയിൽ പ്രത്യുൽപാദനം നടക്കുന്നത് ഫിഷൻ വഴിയാണ്. അതായത് വിഭജനം വഴിയാണ് ബാക്ടീരിയയിൽ മെയിനായിട്ടും പ്രത്യുൽപാദനം നടക്കുന്നത്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ബാക്ടീരിയ കോശത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് വിഭജിക്കുന്ന ഒരു ബാക്ടീരിയ കോശമാണ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇത് വിഭജിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഇവിടെ ഇങ്ങനെയായിട്ട് DNA കൊടുത്തിട്ടുണ്ട്. പുറമെയായിട്ട് കോശഭിത്തി കൊടുത്തിട്ടുണ്ട്, കോശസ്തരവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? സ്പോർസ് അല്ലെങ്കിൽ രേണുക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടും പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. ഇനി വളരെ വിരളമായിട്ട് ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജനിതക വസ്തു അല്ലെങ്കിൽ DNA കൈമാറ്റം നടത്തുന്ന പ്രാകൃത രീതിയിലുള്ള ഒരുതരം ലൈംഗിക പ്രത്യുൽപാദനവും ചില ബാക്ടീരിയകളിൽ കണ്ടുവരുന്നുണ്ട്. പൂർണ്ണമായും കോശഭിത്തി ഇല്ലാത്ത ജീവികളാണ് മൈക്കോപ്ലാസ്മകൾ. മൈക്കോപ്ലാസ്മകൾക്ക് എന്തില്ല? കോശഭിത്തിയേ ഇല്ല. അറിയപ്പെടുന്ന ജീവകോശങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവികളാണ് ഏത്? മൈക്കോപ്ലാസ്മകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അറിയപ്പെടുന്ന ജീവികോശങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവികൾ മൈക്കോപ്ലാസ്മകളാണ്. ഇവ ഓക്സിജന്റെ അഭാവത്തിലും ജീവിക്കുന്നു. മിക്കവാറും എല്ലാ മൈക്കോപ്ലാസ്മകളും ജന്തുക്കളിലും സസ്യങ്ങളിലും അസുഖങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്